കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ നീ വിശ്രമിക്കണമേ. ഏറ്റുപറയാം. ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ നീ വിശ്രമിക്കണമേ. ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ നീ വിശ്രമിക്കണമേ. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വയ്ക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നമ്മൾ ഈശോയോട് പറയുകയാണ്, ഈശോയെ, എൻ്റെ കൊച്ചു ഹൃദയത്തിൽ നിന്റെ മുഖം ചായ്ച്ച് നീ വിശ്രമിക്കണമേ. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പ്രാർത്ഥനകളിലൊന്നായിരുന്നു, ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ നീ നിന്റെ മുഖം ചായ്ച്ച് വിശ്രമിക്കണമേ. അങ്ങനെ നീ നിന്റെ മുഖം എൻ്റെ ഹൃദയത്തിൽ ചായ്ച്ച് വിശ്രമിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നീ പരിശോധിക്കണമേ. ഈശോയെ, നീ എൻ്റെ ഹൃദയത്തിൽ മുഖം ചായ്ച്ച് വിശ്രമിക്കുന്ന നേരത്ത് എൻ്റെ ഹൃദയത്തിൽ നിന്നോട് യഥാർത്ഥത്തിൽ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നീ പരിശോധിക്കണമേ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഏറ്റുപറയാം. ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ നീ വിശ്രമിക്കണമേ. കരമുയർത്തി വീശിക്കൊണ്ട് ഏറ്റുപറയാം. ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ നീ വിശ്രമിക്കണമേ. 5 പ്രാവശ്യം ഒരുമിച്ച് പറയാം. ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ നീ വിശ്രമിക്കണമേ. 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 കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് വീണ്ടും ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈശോ നമ്മുടെ ഹൃദയത്തിൽ വിശ്രമിക്കുന്ന നേരത്ത് ഈശോയിൽ ലയിച്ചു ചേരാൻ നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം ദാഹമുണ്ടെന്ന് ഈശോ പരിശോധിക്കും. കൊച്ചു ത്രേസ്യ പ്രാർത്ഥിച്ചു, ഈശോയെ, നീ നിന്റെ മുഖം ചായ്ച്ച് എൻ്റെ ഹൃദയത്തിൽ വിശ്രമിക്കുമ്പോൾ നിന്നിൽ ലയിച്ചു ചേരുവാൻ എൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം ദാഹമുണ്ടെന്ന് നീ പരിശോധിച്ചറിയണമേ. നിന്നെ ഞാൻ എത്രമാത്രം വിലമതിക്കുന്നുണ്ടെന്ന് നീ പരിശോധിച്ച് നോക്കണമേ. നിന്നോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ ദാഹത്തിൻ്റെ ആഴം എത്രയാണെന്ന് അളന്നു നോക്കണമേ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോ തൻ്റെ മുഖം നമ്മുടെ ഹൃദയത്തിൽ ചായ്ച്ചു വെച്ച് വിശ്രമിക്കുന്നത് നമുക്ക് ഭാവനയിൽ കാണാം. വളരെ സന്തോഷമുള്ള ഒരു കാര്യം. ഈശോ പറഞ്ഞു, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഭൂമിയിൽ ഇടമില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ, മുഖം ചായ്ക്കാൻ ഭൂമിയിൽ ഏറ്റവും നല്ല ഇടം നമ്മുടെ ഹൃദയമാണ്, മനുഷ്യ ഹൃദയമാണ്. ഈശോ തല ചായ്ക്കാൻ ആഗ്രഹിച്ചത് മനുഷ്യ ഹൃദയങ്ങളിലാണ്. ഈശോ ഇപ്പോഴും
തൻ്റെ മുഖം ചായ്ച്ച് വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ്. ഈശോ വിശ്രമം കണ്ടെത്തുന്നത്, ഈശോ ആശ്വാസം തേടുന്നത്, ഈശോ ആശ്വാസം കണ്ടെത്തുന്നത് നമ്മുടെ ഹൃദയത്തിലെ സ്നേഹത്തിലാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ സ്നേഹം കൊണ്ട് മാത്രമേ ഈശോയെ ആശ്വസിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ആ സ്നേഹത്തിൽ മാത്രമേ ഈശോ വിശ്രമം കണ്ടെത്തുകയുള്ളൂ. ആ സ്നേഹത്തൂവാല കൊണ്ടാണ് ഈശോയുടെ തിരുമുഖത്തിലെ രക്തവും കണ്ണീരും ചേറും തുപ്പലും നാം തുടച്ചു മാറ്റേണ്ടത്. നമ്മുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തൂവാല കൊണ്ട് ഈശോയുടെ തിരുമുഖത്തിൽ തുടച്ചതുപോലെ എൻ്റെ ഹൃദയത്തിൽ ഒരു സ്നേഹത്തൂവാലയുണ്ട്. ആ സ്നേഹത്തൂവാല കൊണ്ട് എനിക്കെൻ്റെ ഈശോയുടെ തിരുമുഖം തുടയ്ക്കാൻ കഴിയുമോ? ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഏറ്റുപറയാം, ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ നീ വിശ്രമിക്കണമേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് 5 പ്രാവശ്യം പറയാം. ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ നീ വിശ്രമിക്കണമേ. 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 എൻ്റെ ഹൃദയത്തിൽ നീ വിശ്രമിക്കണമേ. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വയ്ക്കാം. ഈശോയുടെ വിരൂപമാക്കപ്പെട്ട തിരുമുഖം അത് നമ്മെ അഭ്യസിപ്പിക്കുകയാണ് പാപപരിഹാര ബലിയായി തീരാൻ. ഈശോ തൻ്റെ മുഖത്ത് മുറിവുകളേറ്റത് കണ്ടാൽ മനുഷ്യനെന്ന് തോന്നാത്ത വിധം മുഖം വിരൂപമാക്കപ്പെട്ടത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി തീരാൻ വേണ്ടിയാണ്. ഇന്ന് ഈശോ തൻ്റെ തിരുമുഖം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് നമ്മൾ ഓരോരുത്തരും ഈശോയെ പോലെ നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും മനുഷ്യകുലം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയായി മാറാൻ വേണ്ടിയാണ്. ഈശോയെ അനുഗമിക്കുന്ന ഓരോരുത്തർക്കും അപ്രകാരം ഒരു ദൗത്യമുണ്ട്, പാപപരിഹാര ബലിയായി തീരുക എന്ന ദൗത്യം. എൻ്റെ കുടുംബത്തിൻ്റെ പാപങ്ങൾക്ക് ഞാനൊരു പാപപരിഹാര ബലിയായി മാറണം. എൻ്റെ ഭർത്താവിൻ്റെ പാപങ്ങൾക്ക്, എൻ്റെ ഭാര്യയുടെ പാപങ്ങൾക്ക്, എൻ്റെ ജീവിത പങ്കാളിയുടെ പാപത്തിന് ഞാൻ ഇതാ ഒരു നൈവേദ്യമായി എന്നെ തന്നെ സമർപ്പിക്കുകയാണ്, പാപപരിഹാര ബലിയായി മാറുകയാണ്. മക്കളുടെ പാപങ്ങൾക്ക് മാതാപിതാക്കൾ പരിഹാരം ചെയ്യുകയാണ്. മാതാപിതാക്കളുടെ പാപങ്ങൾക്ക് മക്കൾ പരിഹാരം ചെയ്യുകയാണ്. കഴിഞ്ഞുപോയ കടന്നുപോയ തലമുറകളുടെ പാപങ്ങൾക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറ പരിഹാരം ചെയ്യുകയാണ്. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ അമ്മ ത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നു. ഈശോയുടെ തിരുമുഖത്തിൻ്റെ പാഠശാലയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് പാപപരിഹാര ബലിയായി തീരാനാണ്. ഈശോയുടെ തിരുമുഖം ആത്മാക്കളെ ആകർഷിക്കുന്ന തിരുമുഖമാണ്. ആ തിരുമുഖം നമ്മളുടെ മുഖത്തെ ഈശോയുടെ മുഖം പോലെ ആക്കി തീർക്കുന്ന അത്ഭുത സിദ്ധിയുള്ള തിരുമുഖമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോയുടെ തിരുമുഖം ആത്മാക്കളെ ആകർഷിക്കുന്ന സൗന്ദര്യമാണ്. ആ തിരുമുഖം നമ്മുടെ മുഖത്തെ ഈശോയുടെ തിരുമുഖം പോലെ ആക്കി തീർക്കുന്ന അത്ഭുതമാണ്. നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയ ദൈവീക ഛായയും സാദൃശ്യവും നമ്മളിൽ വീണ്ടും കൊണ്ടുവരുന്ന തിരുമുഖത്തിൻ്റെ അത്ഭുതം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കരങ്ങൾ മെടിത്തട്ടിൽ തുറന്നു വെച്ച് കരങ്ങൾ
ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഏറ്റുപറയാം. ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ നീ വിശ്രമിക്കണമേ. നീ വിശ്രമിക്കണമേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് 5 പ്രാവശ്യം പറയാം. ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ നീ വിശ്രമിക്കണമേ. 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 കരങ്ങൾ മെടുത്തിട്ടിൽ തുറന്നു വെച്ച് ഈശോയുടെ വലിയ സ്നേഹത്തിന് പകരമായി ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമ്മളുടെ കൊച്ചു ഹൃദയത്തിൻ്റെ സ്നേഹമാണ്. കടലോളം, ഒരു കടലിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അതിനുമപ്പുറമുള്ള ഈശോയുടെ ആ സ്നേഹം, കടലിനേക്കാൾ വലുതായ സ്നേഹം, പർവ്വതങ്ങളെക്കാൾ ഉയരമുള്ള സ്നേഹം, ഈശോയുടെ ഈ ദിവ്യകൂദാസ, സ്നേഹകൂദാസയായ ദിവ്യകാരുണ്യത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ഈശോയുടെ ആ വലിയ സ്നേഹത്തിന് പകരമായി നമ്മുടെ സ്നേഹമാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഈശോയുടെ വലിയ സാന്നിധ്യത്തിന് പകരമായി നമ്മുടെ സാന്നിധ്യമാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഈശോ പറയുന്നു, എൻ്റെ സാന്നിധ്യത്തെ ആരാധിക്കുന്ന ഇടങ്ങളിൽ, ബഹുമാനിക്കുന്ന ഇടങ്ങളിൽ കൃപയുടെ കുത്തൊഴുക്കിൻ്റെ മഹാതരംഗങ്ങൾ രൂപപ്പെടും എന്ന്. നമ്മൾ ഈശോയുടെ സാന്നിധ്യത്തെ വേണ്ട വിധത്തിൽ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അവിലായിലെ അൾത്താരയിൽ നിന്ന് കൃപയുടെ ഒരു കുത്തൊഴുക്കിൻ്റെ മഹാതരംഗം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഈ ദേശത്ത്, നമ്മുടെ ചുറ്റുപാട് എല്ലാം രൂപപ്പെടും. ഇപ്പോൾ വിദൂരങ്ങളിൽ, അന്യസംസ്ഥാനങ്ങളിൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട്, ഓൺലൈനിലായിരുന്നു കൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ ഭവനങ്ങളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് ആവിലായിലെ അൾത്താരയിൽ നിന്നുള്ള കൃപയുടെ കുത്തൊഴുക്കിൻ്റെ മഹാതരംഗങ്ങൾ ഇതാ എത്തിച്ചേരുകയാണ്. ഈശോ നിന്നെ പൊതിഞ്ഞു പിടിക്കുകയാണ്. ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ അല്പനേരം മുഖം ചായ്ച്ച് വിശ്രമിക്കാൻ വരണമേ. ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയം ഞാൻ നിനക്ക് വേണ്ടി തുറന്നു വയ്ക്കുന്നു. എൻ്റെ എല്ലാ ബലഹീനതകളോടും കൂടെ ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ്. എൻ്റെ കുറവുകളോടുകൂടെ ഞാൻ നിന്നെ ക്ഷണിക്കുകയാണ്. എൻ്റെ പരിമിതികൾ ഏറ്റുപറഞ്ഞ് നീ എൻ്റെ ഹൃദയത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല എന്നേറ്റു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ അല്പനേരം മുഖം ചായ്ച്ചു വിശ്രമിക്കാൻ നീ വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിന്നോടുള്ള എൻ്റെ സ്നേഹം നീ പരിശോധിക്കുമ്പോൾ എനിക്കറിയാം, അത് തുലോം നിസ്സാരമാണ്, വളരെ കുറച്ചു മാത്രമാണ്. നിനക്കെന്നോടുള്ള സ്നേഹവുമായി തുലനം ചെയ്യുമ്പോൾ എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒന്നുമല്ല. എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിന്റെ ദാഹത്തോട് തുലനം ചെയ്യുമ്പോൾ നിന്നിൽ ലയിച്ചു ചേരാനുള്ള എൻ്റെ ദാഹം എങ്ങുമെത്തുന്നില്ല. എങ്കിലും ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ അല്പനേരം മുഖം ചായ്ച്ച് വിശ്രമിക്കാൻ നീ വരണമേ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് 10 പ്രാവശ്യം പറയാം. ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ നീ വിശ്രമിക്കണമേ. ഒരുമിച്ച് പറയാം. ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ നീ വിശ്രമിക്കണമേ. 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 ഈശോയെ,
എൻ്റെ ഹൃദയത്തിൽ നീ വിശ്രമിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ.